ഹായ് ഫ്രണ്ട്സ്, ഞാൻ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ. ഞാൻ വീഡിയോയിൽ വന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാനൊരു വ്യക്തിയെ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയായിരുന്നു. സ്റ്റാച്യുവിൽ ഒരു കാഴ്ച പരിമിതിയുള്ള ആളൊരു ലോട്ടറി വിൽക്കുന്നൊരു കാര്യം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തു. കുറേ ആൾക്കാർ അത് വ്യൂസൊക്കെ ഉണ്ട്, കുറച്ച് ലൈക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാൻ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല. ആ മനുഷ്യൻ കാഴ്ച പരിമിതി ഉണ്ടായിട്ടും ഇത്രയും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ നിന്ന് കഷ്ടപ്പെടുന്നു, പല സ്ഥലങ്ങളായിട്ട് മാറി നിന്ന് കഷ്ടപ്പെടുന്നു. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. അത് മാത്രമല്ല, പറ്റുമെങ്കിൽ നിങ്ങൾ പാളയം മാർക്കറ്റിൽ വരുമ്പോൾ അദ്ദേഹത്തിനെ കണ്ട് ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് അദ്ദേഹത്തെ സഹായിക്കണം. നമ്മൾ ലോട്ടറി അടിച്ച് ലക്ഷപ്രഭുക്കളെ അവരെ കോടീശ്വരനാവാനൊന്നുമല്ല ഞാനും ചെയ്യുന്നത്. അദ്ദേഹത്തിനെ സഹായിക്കുക. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രയത്നത്തിന്, അദ്ദേഹത്തിൻ്റെ ആ ഒരു കഷ്ടപ്പാടിനെ, അദ്ദേഹത്തിൻ്റെ ആ ജോലി ചെയ്യുന്നതിൻ്റെ ആത്മാർത്ഥതയെ നമ്മൾ അഭിനന്ദിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു സഹായം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാരും തെറ്റിദ്ധരിക്കരുത്, നിങ്ങളും അദ്ദേഹത്തിനെ സഹായിക്കുക. രണ്ടെണ്ണം നല്ല ഐശ്വര്യമായിട്ട് ഏതെങ്കിലും രണ്ടെടുത്ത് തന്നെ അടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എനിക്ക് സാധാരണ അടിക്കാറില്ല. രണ്ടെണ്ണം ഏതെങ്കിലും രണ്ടെണ്ണം. ഇത് 50-ൻ്റെ അല്ലേ രണ്ടെണ്ണം? നാളെ മാത്രം. നാളെ എന്ത് പ്രത്യേകത? ബുധനാഴ്ച. അതായത് 100 രൂപ നോക്കട്ടെ. 250-ൻ്റെ ഞാൻ ഇപ്പോൾ എടുത്തു. അപ്പോൾ കഴിഞ്ഞു. രാവിലെ പോയിട്ട് നമ്മൾ വൈകുന്നേരം ഇറങ്ങുമല്ലോ. ഞാൻ ഈ ഇടയ്ക്ക് ഇവിടെ മാർക്കറ്റ് വരും, പാളയം മാർക്കറ്റിൽ മീൻ മേടിക്കാനൊക്കെ വരും. ആണോ? മറ്റേ അവിടെ സ്റ്റാച്ചു കുറവല്ലേ? അത്രേ ഉള്ളല്ലേ? നിങ്ങൾ താമസിക്കുന്ന പേരുകട അല്ലേ? ഹൗസിംഗ് ബോർഡ്. ഞാൻ പേരുകട എന്നത് തെറ്റിദ്ധരിച്ച് ഒന്നാണ്ട് പറഞ്ഞ പോലെ തോന്നിയത്. ഹൗസിംഗ് ബോർഡാ. രാവിലെ ഇറങ്ങാതെ വൈകുന്നേരം മാത്രമേ ഉള്ളൂ? പോകുന്നില്ല അല്ലേ? ഓക്കെ, ശരി. അത് ശരി. എന്താ അസുഖം വന്നേ? മറ്റേ ഞാനെപ്പോഴും നിങ്ങളെ കാണുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുത്ത് ഇങ്ങനെ ഇൻസ്റ്റ പോസ്റ്റ് ചെയ്യും. എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ്. കാര്യം ആളുകൾ കണ്ടിട്ട് സഹായിക്കുക. ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തെങ്കിലും നിങ്ങളെ സഹായിച്ചാൽ അത്രയും ആയില്ലേ? അതാണ് ഞാൻ ഇവരോട് പറയുന്നത്. അഭ്യർത്ഥിക്കുന്നത് വേറെ സാമ്പത്തിക സഹായമൊന്നുമല്ല. ഈ പാളയം മാർക്കറ്റിൽ നമ്മൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേര് വരും. പാളയം മാർക്കറ്റിന്റെ കവാടത്തിലാണ് പുള്ളി നിൽക്കുന്നത്. വൈകുന്നേരങ്ങളിൽ ആണോ? പല ആൾക്കാർക്കൊക്കെ സുഖമല്ലാതെ പലരും ഹോസ്പിറ്റലിലായി, ചിലരൊക്കെ തട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പല ആൾക്കാരൊന്നും വരുന്നില്ല. അതെ. ശരി. ചേട്ടൻ്റെ പേരെന്താണ് പറഞ്ഞത്? അന്ന് കൃഷ്ണകുമാർ അല്ലേ? ചേച്ചി പേരെന്താണ്? ഓക്കെ. അപ്പോൾ പോട്ടെ, ഞാൻ നമുക്ക് വീണ്ടും കാണാം. പേര് മറക്കല്ലേ? അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ. പോട്ടെ അപ്പോൾ. ഓക്കെ, ശരി. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ പാളയം മാർക്കറ്റിൽ നിന്ന് പോവുകയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഇവിടെ വരുന്ന അവസരത്തിൽ അദ്ദേഹത്തിനെ കണ്ട് ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കുക. അപ്പം ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളെ നമ്മളിങ്ങനെയൊക്കെ സഹായിച്ചാലും മതി. നമ്മൾ കോടി ലക്ഷങ്ങളൊന്നും സമ്പാദിക്കാനൊന്നും ലോട്ടറി ടിക്കറ്റ് എടുത്തൊന്നും ഒരിക്കലും എനിക്ക് 1000 രൂപ 100 രൂപ അടിച്ചിട്ടില്ല. പിന്നെ ഞാൻ എടുക്കുന്നത് ഇദ്ദേഹത്തിനെ കാണുമ്പോൾ ഇതുപോലെയുള്ള അംഗപരിമിതിയുള്ള ആൾക്കാരെ കാണുമ്പോൾ അവരിങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടല്ലോ എന്ന് കരുതി നമ്മളൊക്കെ ഒരു ചെറിയ സഹായം അത്രയെങ്കിലും നമ്മൾ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ, നമസ്കാരം.